മുതിർന്ന ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കാൻ സാധ്യത. പാലക്കാട് മണ്ഡലത്തിൽ പ്രശാന്ത് ശിവനാണ് മുൻതൂക്കം. ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതിയെയാണ് ബി.ജെ.പി. പരിഗണിക്കുന്നത്. പി.കെ. കൃഷ്ണദാസ് കാട്ടാക്കടയിലും കുമ്മനം രാജശേഖരൻ ആറന്മുളയിലും മത്സരിച്ചേക്കും. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവാണ് നമ്മൾ കാണുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി നമ്മോടൊപ്പം ചേരുന്നു. പ്രസാദ്, ഓരോ വരിയും ഓരോ പ്രത്യേക വാർത്തയായിട്ട് പരിശോധിക്കേണ്ടുന്ന വിധം കനമുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ബി.ജെ.പി. സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട വിജയസാധ്യതയുണ്ടെന്ന് അവർ കണക്കാക്കുന്ന മണ്ഡലങ്ങളിലേക്കെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ, കേരളത്തിന് പരിചയമുള്ള നേതാക്കളെ തന്നെ നിർത്താനാണ് ബി.ജെ.പിയുടെ ആലോചന, അല്ലേ? ഇതെല്ലാം വ്യക്തിപരമായിട്ട് അവരവരുടെ തീരുമാനങ്ങളും ആലോചനകളുമാണോ, അല്ലെങ്കിൽ പാർട്ടി ഒന്നാകെ ഈ പേരുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? സനീഷ്, ഇത് പാർട്ടി പ്രധാനമായും പരിഗണിക്കുന്ന പേരുകൾ തന്നെയാണ്. പാർട്ടിയുടെ കൂടി ആലോചനയുടെ ഭാഗമായാണ് ഈ പേരുകളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് നേരത്തെ തന്നെ പറഞ്ഞു കേട്ട, നേരത്തെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം സ്വയം തന്നെ പ്രഖ്യാപിച്ചത് താൻ നേമത്ത് മത്സരിക്കുമെന്നുള്ളതാണ്. ഏറെക്കുറെ അത് അങ്ങനെ തന്നെയാണ്. പിന്നീട് കഴക്കൂട്ടത്തെ വി മുരളീധരനും ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് കൊടുത്ത വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രനും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് മറ്റ് നേതാക്കൾ എവിടെയെല്ലാം മത്സരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മളിപ്പോൾ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട നേതാവ് ശോഭാ സുരേന്ദ്രൻ, അവർ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചതാണ്. കായംകുളത്ത് വലിയ നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കായംകുളം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിച്ചു വരികയാണ്. കായംകുളത്ത് തന്നെയായിരിക്കും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക എന്നുള്ളതാണ്. സി കൃഷ്ണകുമാർ മലമ്പുഴയിൽ തന്നെ മത്സരിക്കും. സി കൃഷ്ണകുമാർ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചതിൻ്റെ പേരിൽ ഏറെ പഴി കെട്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം മലമ്പുഴയിൽ മത്സരിച്ച സമയത്തെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ അകത്തേത്തറ പഞ്ചായത്ത് ഉൾപ്പെടെ വലിയ നേട്ടമുണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷ മലമ്പുഴയിൽ വെച്ച് പുലർത്തുന്നു. അവിടെ സി കൃഷ്ണകുമാർ തന്നെ മലമ്പുഴയിൽ മത്സരിക്കും. മറ്റൊന്ന് പ്രശാന്ത് ശിവനാണ്. പാലക്കാട് ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. പാലക്കാട് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ വരുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ തന്നെയായിരിക്കും പ്രധാന പരിഗണന, പ്രശാന്ത് ശിവൻ തന്നെയായിരിക്കും നൽകുക എന്നുള്ളതാണ്. ചെങ്ങന്നൂരിൽ ബി.ജെ.പി. നേതാവ് സന്ദീപ് വചസ്പതി ആയിരിക്കും പ്രധാനപ്പെട്ട പരിഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെ ഹരികുമാറിന്റെ പേരും അവിടേക്ക് പരിഗണിക്കുന്നുണ്ട്. പി.കെ. കൃഷ്ണദാസ് കഴിഞ്ഞ തവണ മത്സരിച്ച കാട്ടാക്കടയിൽ തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാകുക എന്നുള്ളതാണ്. കുമ്മനം ആറന്മുളയിലും മത്സരിക്കും. ഇതിൽ മറ്റൊരു കൗതുകം കൂടി, രണ്ട് കൗതുകങ്ങളുണ്ട്. ഒന്ന്, ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ നേമത്ത്, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരിൽ 3 പേർ, അതിൽ വി മുരളീധരൻ കഴക്കൂട്ടത്ത്, കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇല്ല എങ്കിൽ മത്സരിക്കാനില്ല എന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട്. പി.കെ. കൃഷ്ണദാസ് കാട്ടാക്കടയിൽ മത്സരിക്കുന്നു. മറ്റൊന്ന്, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്താണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ അഭിമാനപരമായിട്ടുള്ള നേട്ടം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതാണ്. അവിടെ സുരേഷ് ഗോപി വിജയിക്കുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തിരിച്ചടി തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ച സ്ഥലത്തേക്ക് കൂടുതൽ നേതാക്കൾ, അവരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ നേതാക്കൾ മത്സരിക്കാൻ താല്പര്യം അറിയിച്ചു വരാറുണ്ട്. പക്ഷേ ഇത്തവണ അതുണ്ടാകുന്നില്ല എന്നൊരു കൗതുകം കൂടി നമുക്ക് പങ്കുവെക്കാനുണ്ട്. തൃശ്ശൂരിൽ അങ്ങനെ വലിയ നേതാക്കൾ ആരും തന്നെ അവിടെ തൃശ്ശൂർ ചോദിച്ച് വരുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും പാർട്ടിക്ക് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകും. പക്ഷേ നേരത്തെ കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കണമെന്ന് പറഞ്ഞതുപോലെ, വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കണമെന്ന് പറഞ്ഞതുപോലെ, അങ്ങനെയൊന്നും ഇവിടെ ആരും തൃശ്ശൂർ ചോദിച്ചാലും വരുന്നില്ല എന്നുള്ളതാണ്. തൃശ്ശൂർ ആർക്കും വേണ്ട എന്നൊരു കൗതുകം കൂടിയുണ്ട്. അവിടെ അതിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവരുടെ പിന്നോട്ടടിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കോഴിക്കോട് നോർത്തിൽ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായ നവ്യ ഹരിദാസിനാണ് പ്രധാന പരിഗണന. എം.ടി. രമേശും ഒരുപക്ഷെ, കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചതാണ്, എം.ടി. രമേശും ഒരുപക്ഷെ ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും അവരുടെ പ്രധാന നേതാക്കളെല്ലാം തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ പ്രസാദ്, ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പ്രത്യേകമായിട്ട്, അത് സുരേഷ് ഗോപി അവിടെ ആദ്യത്തെ കേരളത്തിലെ ബി.ജെ.പിയുടെ എം.പി. ഒക്കെ ആയെങ്കിലും സുരേഷ് ഗോപി പരമാവധി കുളമാക്കിയിട്ടുണ്ട്. അവിടെ എന്തൊരു തോന്നലുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തൃശ്ശൂർ ചോദിച്ച് വരാത്തത്. ഇതിപ്പം വട്ടിയൂർക്കാവ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ അല്ലെങ്കിൽ താൻ മത്സരിക്കാനേ ഇല്ല എന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ മത്സരിക്കില്ല എന്ന് ആർ ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇപ്പോഴൊരു, നമ്മൾ രാവിലെ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നൊരു സാഹചര്യം ഒരല്പം മാറിയിട്ടുണ്ട്. പക്ഷേ അവർ മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അത് അവരുടെ വ്യക്തിപരമായുള്ള അതിർത്തി പ്രകടനമോ മറ്റോ ആണോ, രാജീവ് ചന്ദ്രശേഖരൻ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകുമോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. ബി.ജെ.പിക്കാണെങ്കിൽ ഇത്തവണ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റുകളിലെ പറയുന്നത് പോലെ ഈ രാഷ്ട്രീയമായിട്ട് കേരളം ഉണ്ടായതിനു ശേഷം ബി.ജെ.പിക്ക്
അവർ ഒരല്പം ഈ രാഷ്ട്രീയ സാന്നിധ്യമായിട്ട് മാറിയതിന് ശേഷം കേരളത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എല്ലായിടത്തേക്കും അവരവരുടെ മണ്ഡലങ്ങളെന്ന് കണ്ട ആളുകൾ ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടാകും, ഈ പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും. ഇതിൽ പാലക്കാട് പ്രധാനമായിട്ടും പ്രാധാന്യം അറിയിക്കുന്നുണ്ടല്ലോ. അവിടെ ഒരു BJPയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസും കൂട്ടവും ഒക്കെ ആയിട്ടുള്ളത് കൊണ്ട് എന്തായിരിക്കും കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാവുകയും ചെയ്യും. അവിടെ താരതമ്യേന തുടക്കക്കാരനായ ചെറുപ്പക്കാരനായ പ്രശാന്ത് ശിവൻ മതി എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ? പ്രശാന്ത് ശിവനെ പരിഗണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രശാന്ത് ശിവന് അതായത് പാലക്കാട് നിൽക്കുന്ന സ്ഥലത്തെ ഒരു സ്വാധീനം തന്നെയാണ്. അവർ ഉൾപ്പെടുന്ന അദ്ദേഹം നിൽക്കുന്ന വടക്കന്തറ പോലെയുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ വലിയ തോതിലുള്ളൊരു സ്വീകാര്യത BJPക്ക് ആ മണ്ഡലത്തിൽ കിട്ടുമെന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷയ്ക്ക് കാരണമായി മാറിയിട്ടുള്ളത്. പ്രശാന്ത് ശിവൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ മത്സരിച്ചതാണ്. പക്ഷേ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രശാന്ത് ശിവൻ ഇപ്പോൾ BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ യുവാക്കളിലെല്ലാം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് BJP വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് അത് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് പ്രശാന്ത് ശിവനെ, ഒരു ചെറുപ്പക്കാരനാണ്, ഈ പറയുന്ന ആളുകളിലുള്ള സ്വാധീനമുണ്ട്, അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പ്രശാന്ത് ശിവനെ തന്നെ അവിടെ പരിഗണിക്കാം എന്നൊരു ആലോചനയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന അതാണ് നൽകുന്നത്. അതോടൊപ്പം സനീഷ് പറഞ്ഞതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ അത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കില്ല എന്തായാലും UDFന്റെ സ്ഥാനാർത്ഥി, മറ്റൊരു പൊതു സ്വീകാരനോ അല്ലെങ്കിൽ മറ്റൊരാളോ ആയിരിക്കും പ്രധാന സ്ഥാനാർത്ഥിയായി അവിടെ വരിക. പക്ഷെ ആ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് BJPയുടെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ശിവനെ പോലൊരു ചെറുപ്പക്കാരനെ നിർത്തിക്കഴിഞ്ഞാൽ അത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ അവർക്കുണ്ട്. നേരത്തെ അവിടെ മലമ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ മലമ്പുഴയിലും ഇതേപോലെ എല്ലാ പഞ്ചായത്തുകളിലും BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 2 പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അവർക്ക് പാലക്കാട് ജില്ലയിൽ BJPക്ക് വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിട്ടുപോയി സനീഷ്, അത് തുടർന്നോളൂ എന്തോ കാര്യം പറയാനുണ്ട്, തുടർന്നോളൂ പ്രസാദ്. കാസർഗോഡുമായി ബന്ധപ്പെട്ടായിരുന്നു. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ആയിരുന്നു BJP, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, സുരേന്ദ്രൻ 2016 മത്സരിച്ച സമയത്ത് 89 വോട്ടിന് മാത്രമാണ് അവിടെ പരാജയപ്പെട്ടത്. അവിടെ ഇത്തവണ കാര്യമായ കാസർഗോഡ് ജില്ലയിൽ ഒട്ടാകെ BJPക്ക് ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം പാർട്ടിക്ക് അകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന അശ്വിനിയുടെ പേരായിരുന്നു, അവിടുത്തെ ജില്ലാ പ്രസിഡന്റിന്റെ പേരായിരുന്നു ഉയർന്നു കേട്ടത്. പക്ഷെ അതിൽ മാറ്റം വരാനുള്ളൊരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുള്ള A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം അവർ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഏറെക്കുറെ ധാരണകളായിട്ടുണ്ട്. ഇനിയിപ്പോൾ